സത്യദൈവം മനുഷ്യനെക്കുറിച്ചുള്ള തൻ്റെ ഹിതം ബൈബിളിൽ വ്യക്തമാക്കി തന്നിട്ടുണ്ട്. വളരെ ശക്തവും വ്യക്തവുമായി ദൈവം മനുഷ്യനോട് ദൈവവചനത്തിലൂടെ സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ വചനത്തിൻ്റെ വെളിച്ചത്തിലേക്ക് കടന്നു വന്ന് സ്വന്തം പാപാവസ്ഥകളെ തിരിച്ചറിയുവാൻ നമുക്ക് മനസ്സുണ്ടോ എന്നതാണ് വിഷയം. ക്രിസ്ത്യാനി എന്ന് പേരുണ്ടെങ്കിലും വചനപ്രകാരം തിരുത്തപ്പെടുവാൻ മനസ്സില്ലാത്തവർ ഇന്നും ഇരുളിൽ നടക്കുന്നുവെന്ന് കൃത്യമായി വചനം ഓർമ്മപ്പെടുത്തുന്നു. വചനം കേൾക്കുന്നതിനോ ശുദ്ധീകരണം പ്രാപിക്കുന്നതിനോ ഇങ്ങനെയുള്ളവർ മനസ്സ് വയ്ക്കില്ല. എന്നാൽ ദൈവത്തിൻ്റെ സഖിത്വം ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവർ വചനപ്രകാരം തങ്ങളുടെ ജീവിതം ശുദ്ധീകരിക്കപ്പെടുന്നതിന് വചനത്തിൻ്റെ വെളിച്ചത്തിലേക്ക് കടന്നു വരും. അപ്പോസ്തലൻ തൻ്റെ ലേഖനത്തിൽ ഇത് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. അവനോട് കൂട്ടായ്മയുണ്ട് എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഭോഷ്ക് പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നതുമില്ല. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നുവെങ്കിൽ അവനെ അസത്യവാദിയാക്കുന്നു. അവൻ്റെ വചനം നമ്മളില്ലാതെയായി. പാപം എന്താണ്, അശുദ്ധി എന്താണ് എന്ന് ബൈബിൾ വ്യക്തമായി മനുഷ്യന് ഉപദേശം നൽകിയിട്ടുണ്ട്. ദൈവഹിതപ്രകാരം ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്നതിനാവശ്യമായ എല്ലാ ഉപദേശങ്ങളും ദൈവം തൻ്റെ വചനത്തിലൂടെ അരുളി ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചിന്ത, വാക്ക്, പ്രവൃത്തി എല്ലാം തന്നെ വചനപ്രകാരം നിരന്തരം ശോധന ചെയ്യേണ്ടതുണ്ട്. ഏതെങ്കിലും തലത്തിൽ തെറ്റ് സംഭവിച്ചു എന്ന് ബോധ്യപ്പെടുന്ന നിമിഷം ഹൃദയ നുറുക്കത്തോടെ ദൈവസന്നിധിയിൽ ആ വീഴ്ചകൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ നമ്മെ കഴുകി ശുദ്ധീകരിക്കുവാൻ മനസ്സുള്ള, അതിന് അധികാരമുള്ള ഒരു കർത്താവ് ഉണ്ടെന്നുള്ളതാണ് ഒരു ദൈവ പൈതലിൻ്റെ ധൈര്യം. വചനം കേട്ട് അനുസരിക്കുന്നൊരു വിശ്വാസിക്ക് തൻ്റെ ജീവിത വഴിയിലുടനീളം നിരന്തര ശുദ്ധീകരണത്തിന് അവസരം ലഭിക്കുന്നു. താൻ വിശ്വാസത്തിലേക്ക് കടന്നു വന്നപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പാപശിക്ഷയിൽ നിന്നും വിടുതൽ ലഭിച്ചു എന്നത് സത്യമായിരിക്കുമ്പോൾ തന്നെ ഈ ലോകത്ത് ഈ പാപജടത്തിൽ വസിക്കുന്നിടത്തോളം കാലം പാപത്തിൽ പിന്നെയും അകപ്പെട്ടു പോകുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ഒരു യഥാർത്ഥ ദൈവവൈതലിനും പാപത്തിൽ മനഃപൂർവ്വമായി വീണ് കിടക്കുന്നതിന് കഴിയില്ല. കീഴടക്കുവാൻ ശ്രമിക്കുന്ന പാപത്തിൻ്റെ ശക്തിയെ ചെറുത്തു തോൽപ്പിക്കുവാൻ നാം ദൈവകൃപയിൽ ആശ്രയിച്ച് പരിശ്രമിച്ചേ മതിയാകൂ. എന്നാൽ എന്തെങ്കിലും വീഴ്ച ഭവിക്കുന്ന പക്ഷം ആ പാപം മറച്ചു വയ്ക്കാതെ ദൈവസന്നിധിയിൽ ഹൃദയനുറുക്കത്തോടെ ഏറ്റുപറയുന്നുവെങ്കിൽ, അത് വെറുത്തുപേക്ഷിക്കുവാൻ ഹൃദയപൂർവ്വം ശ്രമിക്കുന്നുവെങ്കിൽ യേശുവിൻ്റെ രക്തത്താൽ നമ്മെ വീണ്ടും കഴുകി ശുദ്ധീകരിച്ച് പരിശുദ്ധാത്മ ശക്തിയാൽ നിറച്ചൊരു ജയകരമായ ക്രിസ്തീയ ജീവിതം തുറന്നു നയിക്കുന്നതിന് ദൈവം നമ്മെ സഹായിക്കും. എന്നാൽ പാപത്തെക്കുറിച്ച് ബോധ്യമില്ലാതെ വചനം കേട്ട് തിരുത്തപ്പെടുവാൻ മനസ്സില്ലാത്തവർക്ക്, ഇരുളിൻ്റെ മറപറ്റി ജീവിക്കുന്നവർക്ക് ഈ ഭാഗ്യാവസ്ഥ ലഭ്യമാകുന്നില്ല. അവർ അവരുടെ പാപങ്ങളിൽ മരിക്കും. പ്രിയമുള്ളവരെ, നാം ഈ ദിവസങ്ങളിൽ ഒരു സ്വയം ശോധനയ്ക്ക് തയ്യാറാകുക. വചനവിശുദ്ധിയിലേക്ക് കടന്നു വരിക.